ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റി ചിക്കൻ ഗ്രേവിയിലെ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി ആക്കുന്നതിന് മുന്നേ നമുക്കൊരു തക്കാളി പേസ്റ്റ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വറ്റൽമുളകൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല, ഞാൻ ഇവിടെ 5-6 എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾ വേറെ ഇതിൽ പച്ചമുളക് ചേർക്കില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവിനനുസരിച്ചാണ് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിയിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിക്കാൻ പാകത്തിന് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വറ്റൽമുളകിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചൂടാക്കിയിട്ടില്ല ഒന്ന് ചെറുതായിട്ട് ചൂട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് തന്നെ വരണം കേട്ടോ. നമുക്കിവിടെ ഒരു തക്കാളി പേസ്റ്റാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറ്റൽമുളകും അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല, ആ സെയിം പാനിൽ തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ കറിക്ക് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലായിട്ട് കുറച്ചുകൂടി കൊഴുപ്പ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രീതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള വഴലാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് സവാളിനൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കറി വെച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റം വരുത്തണേ. എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ സവാളയിലേക്കും മസാലപ്പൊടികളിലൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലും കറിവേപ്പിലും ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇടാതെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. എങ്കിലും അതിന് ഫ്ലേവർ ഉണ്ടായി കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ അടപ്പ് തുറന്ന് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ, കാരണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ വെള്ളം ആവശ്യം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറി. നിങ്ങളെപ്പോഴും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്ന തന്നെയായിരിക്കും, എന്നാലും ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ടയുടെ ഒക്കെ കൂടെ ചിക്കൻ ഗ്രേവി എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ വാങ്ങിക്കാൻ. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഈ ഒരു തിക്നെസ് തന്നെയാണ് കറി നമുക്ക് ഉണ്ടാവാറ് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.